റോഡുകളിലെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ പൊതുമരാമത്ത് വകുപ്പ് നിയോഗിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. IAS ഉദ്യോഗസ്ഥന്മാരും ചീഫ് എഞ്ചിനീയേഴ്സും അടങ്ങുന്ന സംഘം ഓരോ ജില്ലയിലുമെത്തി പുരോഗതി വിലയിരുത്തും. EV ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൻ്റെ? ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടാണ് റോഡുകളുടെ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി വിലയിരുത്താൻ മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയത്. IAS ഉദ്യോഗസ്ഥരും ചീഫ് എഞ്ചിനീയറും ഉൾപ്പെടുന്ന സംഘം ഓരോ ജില്ലകളിലും എത്തി ഈ റോഡുകളുടെ കോൺട്രാക്ട് പ്രവൃത്തി വിലയിരുത്തും. ഒപ്പം മഴക്കാലവുമായി ബന്ധപ്പെട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണി കൃത്യമായി പൂർത്തിയാക്കണമെന്ന മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഴുക്കുചാലുകളുടെ ഉൾപ്പെടെ ക്രമീകരണം ഉറപ്പാക്കണം. ഒപ്പം ഈ റോഡുകളുടെ കുഴിയും മറ്റും നിലവിൽ കരാറുകൾ ഉള്ള റോഡുകളിൽ പ്രവൃത്തി നടക്കുന്ന റോഡുകളിൽ ബന്ധപ്പെട്ട കരാറുകാർ പൂർത്തിയാക്കണം. ഇന്ന് മഴക്കാലമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോടിയായി ബന്ധപ്പെട്ട മന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന യോഗമാണ് വിളിച്ചത്. ഈ യോഗത്തിലാണ് ആ മന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് റോഡുകൾ കൃത്യമായിരിക്കണം, റോഡുകളുടെ കുഴി അടയ്ക്കണം. ഒപ്പം നിലവിൽ പണി പുരോഗമിക്കുന്ന റോഡുകളുടെ പ്രവൃത്തി എത്രമാത്രം എത്തിയെന്നറിയുന്നതിനും മറ്റുമാണ് മന്ത്രി നിലവിൽ ഇത്തരത്തിലൊരു സമിതിയെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും മഴക്കാലം വരുന്ന ഒരു ഘട്ടത്തിൽ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാവാനുള്ള സാഹചര്യമുണ്ട്. അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മന്ത്രി മുൻകൂട്ടി യോഗം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ, ശ്രീനാഥൻ തന്നെയാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. EV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.